ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകരാണ്. അതിൽ തന്നെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പ് നാഗർകോവിൽ എന്ന സ്ഥലത്താണ്. സ്വാമിത്തോപ്പ് നാഗർകോവിൽ എന്ന സ്ഥലത്താണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. മാതാപിതാക്കള് പൊന്നുനാടാർ വെയിലാൾ. പൊന്നു നാടാറും വെയിലാളുമാണ് മാതാപിതാക്കൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ്. വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ, മണികിണറെന്നും സ്വാമി കിണറെന്നും ഈ മുന്തിരിക്കിണറിനെ അറിയപ്പെടും. ഇത് നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അന്നത്തെ കാലത്ത് കിണറുകളിൽ നിന്നും പൊതുകിണറുകളിൽ നിന്നും വെള്ളം എടുക്കാനൊന്നും ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോഴാണ് ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? കിണറൊക്കെ നിർമ്മിച്ചു കൊടുത്തത്. മുന്തിരി കിണറ്, മണിക്കിണറ് ഇതൊക്കെ നിർമ്മിച്ചു കൊടുത്തു. സ്വാമി കിണറൊക്കെ നിർമ്മിച്ചു കൊടുത്തു. വൈകുണ്ഠമല അറിയപ്പെടുന്നത് അത്തളവിളை എന്നാണ്. കന്യാകുമാരിയിലാണ്. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ വിശുദ്ധിയോട് കൂടി ചിട്ടയായ ജീവിതം നയിക്കുക, അതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. രാത്രിയില് പഠിക്കുന്നതിന് വേണ്ടി, വയോജന വിദ്യാഭ്യാസത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിശാ പാഠശാലകൾ ആരംഭിച്ചു. എന്താണ് ആരംഭിച്ചത്? നിശാ പാഠശാലകൾ ആരംഭിച്ചു. അപ്പൊ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ നാഗർകോവിൽ ജനിച്ചത്, നാഗർകോവിൽ എവിടെയാണ്? സ്വാമിത്തോപ്പ്. ഇനി മാതാപിതാക്കൾ പൊന്നുനാടാറും വെയിലാളുമാണ്. പിന്നീട് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ ലഹള, മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ ലഹള നേതൃത്വം കൊടുത്തു. ഇനി വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപം മുന്തിരിക്കിണർ, മണിക്കിണറെന്നും അതുപോലെ തന്നെ സ്വാമി കിണറെന്നും അറിയപ്പെടുന്ന ഇത് സ്ഥാപിച്ചു. ഈ കിണറ് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചു. ഇനി വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെടുന്നത്. നിഴൽ താങ്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ കേരള നവോത്ഥാനത്തിന്റെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള നവോത്ഥാനത്തിന്റെ മാർഗദർശി എന്നാണ് നമ്മുടെ ആരെ അറിയപ്പെടുന്നത്? വൈകുണ്ഠ സ്വാമികളെ അറിയപ്പെടുന്നത്. വൈകുണ്ഠ സ്വാമികളാണ് നവോത്ഥാനത്തിന്റെ മാർഗദർശി. ഇനി കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നും അറിയപ്പെടുന്നു. നവോത്ഥാനത്തിന്റെ മാർഗദർശിയാണ്, തുടക്കക്കാരനാണ്. തിരുവിതാംകൂറിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവാണ്. അപ്പോ തിരുവിതാംകൂറിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ്, നവോത്ഥാനത്തിന്റെ മാർഗദർശിയാണ്. നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരനാണ്, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ്. കേരളത്തിലെ ആദ്യ സാമൂഹിക വിപ്ലവകാരി കൂടിയാണ്. ആദ്യ സാമൂഹ്യ വിപ്ലവകാരിയാണ്. അപ്പോ വൈകുണ്ഠ സ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ്? മുടി ചൂടും പെരുമാൾ മുടി ചൂടും പെരുമാൾ എന്നാണ് യഥാർത്ഥ പേര്. കുട്ടിക്കാലത്തെ പേര് എന്താണ്? വിളിപ്പേര് മുത്തുക്കുട്ടി എന്നാണ്. അപ്പോ വിളിപ്പേര് മുത്തുക്കുട്ടി എന്നാണ്. മുടിചൂടും പെരുമാൾ എന്നാണ് യഥാർത്ഥ പേര്. സമുദായം ഏതാ? ചാന്നാർ ലഹള നടത്തിയല്ലോ, അപ്പൊ ചാന്നാർ സമുദായമാണ്. മറ്റൊരു പേര് പറഞ്ഞാൽ നാടാർ സമുദായമാണ്. നാടാർ സമുദായം. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ 1800-കളിൽ ജനിച്ച വ്യക്തിയാണ് നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ. സ്വാമിത്തോപ്പിൽ ശാസ്താംകോവിൽ വിള, നാഗർകോവിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്
വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാടയ്യ. തൈക്കാടയ്യ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളാണ്, മാർഗദർശിയാണ്, തിരുവിതാംകൂറിന്റെ ആദ്യ നവോത്ഥാന നായകനാണ്, കേരളത്തിന്റെ ഫസ്റ്റ് നവോത്ഥാന നായകനാണ്, ആദ്യ സാമൂഹ്യ വിപ്ലവകാരിയാണ്. അപ്പൊ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെടുന്നു. സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെടും. ഇപ്പൊ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സമപന്തി ഭോജനം നടത്തിയ അയിത്തത്തെ വെല്ലുവിളിച്ചത് ആരാണ്? നമുക്കറിയാം, പന്തി മാത്രമേ ഉണ്ടെങ്കിൽ, പന്തി ഭോജനം എന്നാണെങ്കിൽ തൈക്കാടയ്യാണ് നടത്തിയത്. എന്നാൽ ഒരു സമപന്തിയും കൂടെ ഉണ്ടെങ്കിൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. മിശ്ര ഭോജനമാണെങ്കിലോ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പനാണ്. പ്രീതി ഭോജനമോ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ്. അപ്പൊ പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി വൈകുണ്ഠസ്വാമികൾ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഇതെല്ലാം ഐക്യത്തിനെതിരെ നടത്തിയതാണ്. പട്ടിസദ്യ നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. പട്ടിസന്ധ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തിൽ ആദ്യമായി മിശ്ര ഭോജനം നടത്തിയത് ആര്? കേരളത്തിൽ ആദ്യമായി മിശ്ര ഭോജനം നടത്തിയത് ആരാണ്? അത് നാരായണ ഗുരുദേവനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് മിശ്ര ഭോജനം നടത്തിയത് നാരായണ ഗുരുദേവനാണ്. അപ്പൊ വൈകുണ്ഠരുടെ പ്രസ്താവനകൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു നീതി, ഇങ്ങനെയാണ് പ്രസ്താവിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു നീതി. ഹിന്ദുമതത്തിലെ അസമത്വങ്ങൾക്കും പരിഹാരം ക്രിസ്തുമതം അല്ല. സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹിന്ദുമതത്തിലെ അസമത്വങ്ങൾക്ക് പരിഹാരം എന്തല്ല? ക്രിസ്തുമതം അല്ലേ അല്ല എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠര് നടത്തിയ അന്നദാനമാണ് എന്ത്? സമപന്തി ഭോജനം. ഐക്യത്തിനെതിരെ നടത്തിയതാണ്. ഈ ഐക്യത്തിനെതിരെ തന്നെയാണ് മുന്തിരിക്കിണർ, സ്വാമിക്കിണർ നിർമ്മിച്ചത്. ഈ മണിക്കിണർ മാമാങ്കത്തില് മരിച്ചു വീഴുന്ന ചാവേറുകളുടെ ശരീരം സംസ്കരിക്കുന്ന കിണറാണ്. വൈകുണ്ഠർ നിർമ്മിച്ച കിണറാണ് മുന്തിരിക്കിണർ, സ്വാമിക്കിണർ. മണിക്കിണർ എന്ന് പറയുന്നത് മാമാങ്കത്തില് മരിച്ചു വീഴുന്ന ചാവേറുകളുടെ ശരീരം സംസ്കരിക്കുന്ന കിണറാണ്. ഓക്കെയാണ്. അപ്പോ അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല ഏന്തിയ ഒരു താമരയാണ്. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം തിരുച്ചെന്തൂർ ദക്ഷണം. ക്ഷേത്രങ്ങളെ പതികൾ എന്നാണ് പറയുന്നത്. പതികൾ. ദക്ഷിണേന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കുക, ഇതാണ് വൈകുണ്ഠസ്വാമികൾ പറഞ്ഞത്. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നു, മുത്തുക്കുട്ടി എന്ന് അറിയപ്പെടുന്നു. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, ഇങ്ങനെ പ്രസ്താവിച്ചു. അപ്പൊ സ്വാതി തിരുനാളിന്റെ സമയത്ത് ഈ വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്തു. കാര്യം ഇദ്ദേഹം വെണ്ണീജ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണമെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ നീച ഭരണമെന്നും വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തെയോ വെളുത്ത പിശാച് എന്നുമാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ മൂന്ന് വിശേഷണങ്ങൾ കാരണം സ്വാതി തിരുനാള് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു. ഏത് ജയിലിൽ പാർപ്പിച്ചു? ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് തൈക്കാടയ്യ. തൈക്കാടയ്യ സ്വാതി തിരുനാളിന്റെ ഗുരുവാണ്. അപ്പോ തന്റെ ഗുരു സ്വാതി തിരുനാളിനോട് പറയുന്നു, എന്റെ ഗുരുവാണ് വൈകുണ്ഠസ്വാമികൾ, അദ്ദേഹത്തിന്റെ ഇരുത് ശിക്ഷിക്കരുത്, പുറത്തിറക്കണം. അങ്ങനെ ഈ വൈകുണ്ഠസ്വാമികളെ തൈക്കാടയ്യയുടെ ഉപദേശപ്രകാരം സ്വാതി തിരുനാള് വിട്ടയച്ചു. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിക്ഷകണം സീട്ടർ എന്ന് അറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് CSDP. ഓക്കെയാണ്. എന്താണ്? CSDP. ഇനി നമ്മൾ പറയുന്നത്, അതായത് വൈകുണ്ഠ ധർമ്മ പ്രചരണ സഭയാണ്. SNDP പോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസ് സമ്പ്രദായത്തെ എതിർത്തു.
വേല ചെയ്താൽ കൂലി കിട്ടണം. PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, നൂറുകണക്കിന് ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികൾ PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അഖില തിരുട്ട്, അരുൾ നൂല്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികളാണ്. അപ്പോ ഏതൊക്കെയാണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികൾ? അഖില തിരുട്ട്, അരുൾ നൂല്, പിന്നെ ഒരെണ്ണം എപ്പോഴും ചോദിക്കുന്നുണ്ട്, അമ്മാനെ അരുൾ. അപ്പൊ അഖില തിരുട്ട്, അമ്മാനെ അരുള്, അരുൾ നൂല്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതികളാണ്. അപ്പോ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നവോത്ഥാനത്തിന്റെ മാർഗദർശി, കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ, തിരുവിതാംകൂറിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ്, പിന്നെയോ കേരളത്തിലെ ആദ്യ സാമൂഹിക വിപ്ലവകാരി, നാരായണ പണ്ടാരം, വൈഷ്ണവ യോഗി, സമ്പൂർണ്ണ ദേവൻ, അയ്യ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടും. നാരായണ പണ്ടാരം, വൈഷ്ണവ യോഗി, സമ്പൂർണ്ണ ദേവൻ, അയ്യ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു യഥാർത്ഥ പേര്. മുത്തുക്കുട്ടി എന്നായിരുന്നു വിളിപ്പേര്. ചാന്നാർ അല്ലെങ്കിൽ നാടാർ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. ശാസ്താംകോവിൽ, നാഗർകോവിൽ, സ്വാമിത്തോപ്പിലാണ് ജനിച്ചത്. അഖില തിരുട്ട്, അമ്മാനെ അരുള്, അരുൾ നൂലൊക്കെയാണ് പ്രസിദ്ധമായ കൃതികൾ. ജീവചരിത്രം എന്താണ്? ഹരിഗോപാലനാണ് ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയത്. ഹരിഗോപാലൻ. ഹരിഗോപാലൻ എഴുതിയ ജീവചരിത്രം എന്താണ്? ഹരിഗോപാലൻ എഴുതിയ ജീവചരിത്രമാണ് ഹരിഗോപാലൻ എഴുതിയത് അഖിലം എന്ന ജീവചരിത്രം ഇദ്ദേഹത്തിൻ്റെതാണ്. അഖില തിരുട്ട് ഇദ്ദേഹത്തിന്റെ കൃതിയാണല്ലോ. അപ്പൊ അഖിലം എന്ന കൃതി വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ളതാണ്. ഊഴിയം വേലക്കെതിരെ വൈകുണ്ഠർ ഉയർത്തിയ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം. ഊഴിയം വേലയ്ക്ക് എതിരെയാണ്. 1833 ശുചീന്ദ്രം ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം അശുദ്ധമാക്കിയ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ കയറി ക്ഷേത്രം അശുദ്ധമാക്കി. വൈകുണ്ഠർ ആരംഭിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. എന്നാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? 1836 ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചത്. 18, 12 ഇരട്ടിയാണ് 36. സമത്വ സമാജം സ്ഥാപിച്ചു. ക്ലിയർ ആണ്? വെരി ഇമ്പോർട്ടന്റ്. സമത്വ സമാജം സ്ഥാപിച്ചത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്. വൈകുണ്ഠര് അവതാരമെടുത്ത സ്ഥലം തിരുച്ചെന്നൂർ. തിരുച്ചെന്നൂർ. ക്ലിയർ ആണ്? തിരുച്ചെന്നൂർ. അപ്പൊ അയ്യാ മതത്തിന്റെ പുണ്യസ്ഥലമായിട്ടാണ് തിരുച്ചെന്നൂർ കാണപ്പെടുന്നത്. സ്വാതി തിരുനാളിന്റെ ഭരണത്തെ അനന്തപുരത്തെ കറുത്ത നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചന്റെ ഭരണമെന്നും വിശേഷിപ്പിച്ചു. ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട നേതാവാണ്. 1837 വൈകുണ്ഠ ശിങ്കാരത്തോപ്പ് ജയിലിലടച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. 1837 ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത്. അപ്പൊ 39 ആയപ്പോഴത്തേക്ക് ജയില് മോചിപ്പിച്ചു. നമ്മുടെ തൈക്കാടയ്യയുടെ അഭിപ്രായ പ്രകാരമാണ്. സമപന്തി ഭോജനം നടത്തി. മുന്തിരിക്കിണർ, മണിക്കിണർ എന്നൊക്കെ അറിയപ്പെടുന്നു. സ്വാമിക്കിണർ എന്നൊക്കെ അറിയപ്പെടും. മുന്തിരിക്കിണർ, സ്വാമിക്കിണർ, ഇതാണ് വൈകുണ്ഠ സ്വാമി നിർമ്മിച്ചത്. ഇനി മണിക്കിണർ എന്ന് പറയുന്നത് മാമാങ്കത്തിൽ മരിച്ചു വീഴുന്ന ചാവേറുകളുടെ ശരീരം സംസ്കരണം ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇദ്ദേഹം സ്ഥാപിച്ചത് മുന്തിരിക്കിണർ, മണിക്കിണർ, സ്വാമിക്കിണർ എന്നൊക്കെ അറിയപ്പെടും. തുവയിൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തുവയിൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിതർ, പഞ്ചപാണ്ഡവര് നമ്മുടെ വൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യനാണ്. ചിതർ എന്ന് പറയുന്ന പഞ്ചപാണ്ഡവരിലെ വ്യക്തി ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. പഞ്ചമൂർത്തികളുണ്ട് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടത്. അമ്പലപതി, പൂപ്പതി, മുട്ടപതി, സ്വാമിത്തോപ്പുപതി, താമരക്കുളംപതി എന്ന് പറയുന്ന പഞ്ചമൂർത്തികളൊക്കെ ഉണ്ട്. ഇദ്ദേഹം 1851 ജൂൺ 3 അന്തരിച്ചു. 1851 ജൂൺ 3 അന്തരിച്ചു. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി? എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ആരെ കുറിച്ചാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കേരള PSC ചോദിച്ച 1-2 ചോദ്യങ്ങൾ പറയാം. അയ്യാവിന്റെ പത്നിയുടെ പേരെന്ത്? അയ്യാവിന്റെ പത്നിയുടെ പേര് നമ്മൾ പഠിച്ചില്ല. ഉത്തരം കമലമ്മാൾ. അയ്യാവിന്റെ പത്നിയുടെ പേരെന്താണ്? കമലമ്മാൾ. അല്ല, അത് ഓക്കെ, നമ്മുടെ തൈക്കാടയ്യയുടെ പത്നിയുടെ പേരാണ് അല്ലെ കമലമ്മാൾ. ഓക്കെ, അതാണ് തൈക്കാടയ്യയുടെ പത്നിയുടെ പേരാണ് കമലമ്മാൾ.
ഇനി നമുക്ക് നമ്മുടെ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ ആരാണ്? അതും ആര് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? തൈക്കാട് അയ്യർ. 1809 മാർച്ച് 12-നാണ് ഇദ്ദേഹം ജനിച്ചത്. 1809 മാർച്ച് 12-നാണ് ഇദ്ദേഹം ജനിച്ചത്. ക്ലിയർ ആണ്? അപ്പൊ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. തുവയിൽ പന്തി കൂട്ടായ്മ, സമപന്തി ഭോജനം, പിന്നെ സമത്വ സമാജം, ഇതൊക്കെ ഓർക്കുക. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുമ്പോൾ 1879 ഫെബ്രുവരി 17-ന് ജനിച്ചു. ബാല്യകാല നാമം കൊമാരൻ അല്ലെങ്കിൽ കുമാരൻ എന്നാണ്. പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം PSCയുടെ സ്ഥിര ചോദ്യം. പത്തനംതിട്ട ജില്ലയിലാണ്, ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിനെ പുലയൻ മത്തായി എന്ന് അറിയപ്പെടുന്നു. ഇനി കുമാര ഗുരുദേവൻ എന്ന് ചോദിച്ചാലും ഇദ്ദേഹം തന്നെയാണ്. ഇത് സ്ഥിരം ചോദ്യമാണ്. പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേരെന്ത്? കുമാര ഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടും. അപ്പൊ പൊയ്കയിൽ യോഹന്നാൻ, കുമാരു, കുമാരൻ, കൊമാരൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ, പുലയൻ മത്തായി, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. ഇരവിപേരൂർ പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചു. 1879 ഫെബ്രുവരി 17-നാണ് ജനിച്ചത്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണ്. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുമ്പോൾ PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, PRDSന്റെ സ്ഥാപകനാണ്. അപ്പോ എന്താണ് PRDS, എവിടെയാണ് സ്ഥാപിച്ചത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 2009-ലാണ് സ്ഥാപിച്ചത്. 909 ഇരവിപേരൂരിലാണ്, തിരുവല്ലയിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥാപിച്ചത്. ഇതിന്റെ ഉപ ആസ്ഥാനങ്ങൾ അമരകുന്നും പുതിയൻകുളങ്ങരയിലുമുണ്ട്. ക്ലിയർ ആണ്? അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചു. കേരള PSC ഇപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചു, ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ തന്നിട്ട് തന്നെ ചോദിച്ചു. 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു, 2021-ലും 31-ലും. വെരി ഇമ്പോർട്ടന്റ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ 2 വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു, 2021-ലും 31-ലും. കണ്ടോ? കൃത്യം 21, അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ 31. ഇനി സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറില് അയിത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറില് അയിത്ത ജാതിക്കാർക്ക് ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിലെ അയിത്ത ജാതിക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചു. അപ്പൊ ക്രിസ്തു മതത്തിലെ വിവേചനത്തിന് പ്രതിഷേധമായി പൊയ്കയിൽ യോഹന്നാൻ ബൈബിള് കത്തിച്ചത് എവിടെയാണ്? വാകത്താനത്താണ്. 1906-ലാണ് വാകത്താനത്ത് ഇദ്ദേഹം എന്ത് ചെയ്തത്? ബൈബിള് കത്തിച്ചത്. അപ്പൊ ക്രിസ്തു മതത്തിനോടുള്ള ഈ വിവേചനം, ക്രിസ്തു മതത്തിന്റെ വിവേചനത്തിനെതിരെയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇങ്ങനെ ബൈബിള് കത്തിച്ചത്. ബൈബിള് കത്തിച്ചത്. ക്ലിയർ ആണ്? അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, അടിലഹള നടന്നു. അടിലഹള എന്ന് പറയുന്നത് അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന് മോചനത്തിനായിട്ടാണ് അടിലഹള നടത്തിയത് പൊയ്കയിൽ യോഹന്നാൻ. അടിലഹളയുമായി ബന്ധപ്പെട്ടാണ് ഈ ബൈബിള് കത്തിച്ച വാകത്താന സംഭവം. കൊഴിക്കുചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി ലഹള, ഇങ്ങനെ നിരവധി ലഹളകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. അടിലഹള, വാകത്താന ലഹള, കൊഴിക്കുചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു. ഓക്കെയാണ്? അപ്പോ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹള നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. വാകത്താനം ലഹള ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ എന്നൊരു പുസ്തകം രചിച്ചത് MR രേണുകുമാറാണ്. MR രേണുകുമാറാണ് പൊയ്കയിൽ യോഹന്നാൻ എന്നൊരു പുസ്തകം രചിച്ചത്. MR രേണുകുമാർ. അപ്പൊ രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം രത്നമണികൾ. അപ്പൊ ക്രൈസ്തവൻ, ഹിന്ദു അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ക്രിസ്ത്യനുമല്ല, ഹിന്ദുവുമല്ല, ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നു. അപ്പൊ ദളിത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് വേണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ ആവശ്യപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. അപ്പൊ ഇതോടുകൂടി പൊയ്കയിൽ യോഹന്നാൻ കംപ്ലീറ്റ് ആവുകയാണ്.
എന്തൊക്കെ മനസ്സിലാക്കി? പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുമ്പോൾ പേരുകൾ ഓർക്കുക. പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. പത്തനംതിട്ട ഇരവിപേരൂർ ജനിച്ചു. ഇദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നു, പുലയനായിരുന്നു. ഇദ്ദേഹം ക്രിസ്ത്യനായി കൺവേർട്ടായി. അപ്പൊ ക്രിസ്ത്യൻ ആയെങ്കിൽ ഇദ്ദേഹത്തിന് അവിടെ കുറെ വിവേചനങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ബൈബിൾ കത്തിച്ചു വാകത്താനത്ത് 1906. ക്രൈസ്തവനെ ഹിന്ദുവല്ലാണ്ട് ഒരു ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നു. ശ്രീമൂലം പ്രജാസഭയിൽ 1921-31 അംഗമായി. ഇനി ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാലയം തിരുവിതാംകൂറിലെ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊണ്ടുവന്നു. കുമാരൻ എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് രത്നമണികൾ. ഇദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ് MR രേണുകുമാർ. അടിലഹള നടത്തി, വാകത്താനത്ത് ബൈബിള് കത്തിച്ചു, മംഗലലഹള, വെള്ളനടി ലഹള, ഇതൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കും. PRDS ചോദിക്കാറുണ്ട്. 2009 ഇരവിപേരൂർ തിരുവല്ല ഉപ ആസ്ഥാനങ്ങളും കണ്ടു. 1939 ജൂൺ 29 ഇദ്ദേഹം മരണമടയുന്നത്. 1939 ജൂൺ 29 മരണമടയും. അപ്പോ PSCയുടെ ചോദ്യങ്ങൾ: കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അപ്പൊ എന്റെ വംശത്തെ കുറിച്ച് ഒരു കാര്യവും കാണുന്നില്ല, മറ്റുള്ള വംശത്തെ കുറിച്ചൊക്കെ ഇഷ്ടം മാതിരി കാണുന്നുണ്ട് എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാനാണ്. ഈ വരികൾ പൊയ്കയിൽ യോഹന്നാന്റെയാണ്. പൊയ്കയിൽ യോഹന്നാൻ ഉപദേശി എന്ന് അറിയപ്പെടുന്ന വ്യക്തി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഏതാണ്? കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്നു. കുമാരൻ ഗുരുദേവൻ ജനിച്ചത് എവിടെയെന്ന് PS ചോദിച്ചു. ഇരവിപേരൂർ. പുലയൻ മത്തായി ആരെന്ന് ചോദിച്ചു. നമ്മുടെ ആൻസർ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ഇനി നെയ്യാറ്റിൻകരയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആര് എന്ന് PSC ചോദിച്ച ചോദ്യമാണ്. 2018 അസിസ്റ്റന്റ് സർജൻ ഹെൽത്തിന് ചോദിച്ചു. നെയ്യാറ്റിൻകരയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ഇനി ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആദ്യം എന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു? പൊയ്കയിൽ യോഹന്നാൻ. 1921. 1921 2 വട്ടം ദളിതരുടെ പ്രതിനിധിയായി ആരാണ് അംഗമായത് എന്ന് PSC ചോദിച്ചു. അപ്പോഴും ഉത്തരം എന്താണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. ഇനി തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സമിതിയായ ശ്രീമൂലം പ്രജാസഭയിലേക്ക് 2 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ പഠിക്കണം. ഇനി നമുക്കൊരു കുറച്ച് 2-3 പോയിന്റ് തരും. ഇതിനകത്ത് നിന്ന് ഏത് വ്യക്തിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്ന്, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. ദളിത് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു. മാതാപിതാക്കൾ കണ്ടനും മാതാവ് ലാച്ചിയുമാണ്. അപ്പോ ഇത് ഓർക്കുമ്പോൾ നമ്മളുടെ ഉത്തരം എന്താണ്? ഇദ്ദേഹം പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാനാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചത്. ഇനി സവർണ സമൂഹത്തിനെതിരായി ആദിലഹള എന്ന കലാപം നയിച്ചത് ആരാണ്? വാകത്താനം കലാപം കണ്ടു, മംഗലം ലഹള കണ്ടു. ആദിലഹളയും ഇദ്ദേഹമാണ്, അടിലഹളയും ഇദ്ദേഹമാണ്. ഇനി കേരള PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അപ്പോ മാരൻകുളം, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? മാരൻകുളത്ത് നിന്ന് കുളത്തൂർ. ഓക്കെ, അപ്പോ മാരൻകുളത്ത് നിന്ന് കുളത്തൂർ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് ആരാണ്? നമ്മുടെ ആൻസർ ഓക്കെ. അപ്പൊ നമ്മളുടെ ചോദ്യം, മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാര ഗുരുദേവനാണ്. അപ്പോ നമ്മുടെ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ച് PSC വീണ്ടും ചോദിച്ചു. അതിനകത്ത് യോജിക്കാത്തത് എന്തെന്നായിരുന്നു ചോദ്യം. പത്തനംതിട്ട ഇരവിപേരൂർ ജനിച്ചു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. യോഗക്ഷേമ സഭ ആരുമായി ബന്ധപ്പെട്ടതാണ്? VT പടുതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ 1921-31 അംഗമായി. അതും PSC ചോദിച്ച ചോദ്യമാണ്.
അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു. അത് കുമാര ഗുരുദേവനാണ്. PRDS ചോദിച്ചു. 2009 പൊയ്കൽ യോഹന്നാൻ. മതപരമായ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് മതപരമായ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു. ഇനി ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചത് നമ്മുടെ പൊയ്കേൽ യോഹന്നാനാണ്. PRDSന്റെ ആഭിമുഖ്യത്തിലാണ് ദളിത് ലിബറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചത്. അപ്പോ പത്തനംതിട്ടയിലാണ് ദളിത് മതപ്രതിഷേധ പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത്. കുമാര ഗുരുദേവൻ പത്തനംതിട്ടയിൽ ഇരവിപേരൂരിലാണ് ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ആ കേന്ദ്രം PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓർക്കേണ്ടത് നമ്മളുടെ പൊയ്കേൽ യോഹന്നാൻ, മറ്റൊരു പേര് എന്താണ്? കുമാര ഗുരുദേവൻ. ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.